ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. അങ്ങനെ നൈറ്റ് വരാൻ പറഞ്ഞായിരുന്നു രാത്രി. അങ്ങനെ രാത്രി വന്നു, എല്ലാവരും വന്നായിരുന്നു. ഇപ്പോൾ റോസിൻ്റെ വീട്ടിൽ അനുവിൻ്റെ വീട് നോക്കാം. അനു ഉറങ്ങിയായിരുന്നു. അനു എല്ലാം അടിച്ച് വന്നു. പിന്നെ അവിടെ ആരും ഉറങ്ങി? അച്ഛനാ? അയ്യോ അച്ഛനാ അല്ല ചേട്ടനാ. അയ്യോ ഞാൻ പേടിച്ച് പോയി. ഈ സ്മെല്ല് കുടിച്ചതല്ലേ ചേട്ടൻ? ശരി ഓക്കെ. ഇങ്ങനെ ഇറങ്ങി താഴെ ഓടി വന്നു അനു. അപ്പം രക്ഷപ്പെട്ടു. ഗുടുഗുടു ഓടിപ്പോയി. എടി വെള്ളടിക്കാൻ അഷ് ഉണ്ടാതിരി ഭാഗത്ത്. ഇപ്പോൾ റോസ് നോക്കാം. റോസ് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയായിരുന്നു അമ്മ കൂടെ. അയ്യോ അമ്മ തെറിയോ, അമ്മ അയ്യോ അമ്മ തെറി പറയോ. അങ്ങനെ അമ്മേനെ കണ്ട് പേടിച്ചു മെല്ലേന് ഓടി വന്നു, വീട്ടിലേക്ക് വന്നു. അങ്ങനെയായിട്ട് മണി അടിച്ചു. നമുക്ക് ഇവിടുന്ന് പോകണ്ടടി. ശരി ഓക്കെ. അങ്ങനെ രാത്രി അവിടുന്ന് എല്ലാവരും ഇവിടെ പേടിച്ച് അങ്ങനെ കൊറിയൊക്കെ വന്നു. കൊറിയ മാജിക് യൂസ് ചെയ്ത് കറിയൊക്കെ വന്നു. കൊറിയയിലെ പ്ലേസെല്ലാം ഭംഗിയായിട്ടുണ്ട്. അനുക്ക് ഐസ്ക്രീം കണ്ട് ജൊള്ളി വിട്ടാൽ തുടങ്ങി. അനു ഒറ്റ ഓടി പോയി ഐസ്ക്രീം തിന്നു. അടുത്ത് ഐസ്ക്രീമിൻ്റെ ഷോപ്പിനോ ഐസ്ക്രീം ഇതെന്തിങ്ങനെ ഐസ്ക്രീം എന്ത് എവിടെ പോയി മറിഞ്ഞു ഐസ്ക്രീമിനെ കഴിക്കുന്ന കുത്ത പറയാം. ഐസ്ക്രീം കണ്ട പേടിച്ച് പോയി പീഡകരം. മുതലാളിയുടെ ഐസ്ക്രീമിനെ പ്രയോഗം കഴിക്കുന്നു. ആ മുതലാളി വന്ന് ഒരു കണ്ണിട്ട് ഒരു അടി വെച്ച് പോടാതിരിക്കാം. അങ്ങനെ ഒരാൾ ഐസ്ക്രീം കേട്ടു, ഐസ്ക്രീം കൊടുത്തു. ഐസ്ക്രീം ഇല്ലായിരുന്നു. ക്യൂബ് രണ്ടാമത് ക്യൂബ് വെക്കുമ്പോൾ ഐസ്ക്രീം കാലിയായി. ആ ഷോപ്പ് വന്ന ഒരാൾ കസ്റ്റമർ പറയാൻ തുടങ്ങി ഓണർ ഐസ്ക്രീം അങ്ങനെ മുതലാളി പറഞ്ഞ സമാധാനമൊക്കെ അവർക്ക് പറയാൻ തുടങ്ങി. ശരി മുതലാളി എന്നെ വലിച്ചോണ്ട് പോയി. ഇപ്പം റോസ് അവിടെ ഞാനാണ് റോസ് ചേട്ടാ, എനിക്ക് പഞ്ചി മിഠായി വേണോ ചേട്ടാ. അങ്ങനെ പഞ്ചി മിഠായിന് റോസ് എടുക്കാൻ തുടങ്ങി. അതിന് കണ്ട് പേടിച്ച് പീഡക്കാർ ഒട്ടോടി. കുറച്ച് നേരം പീഡക്കാർ വന്നു ഇല്ലായിരുന്നു. ബാ നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെയായിട്ട് ബീച്ച് സൈഡ് വന്നു. ബീച്ച് സൈഡിൽ രണ്ടുപേരും പഞ്ചി മിഠായും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് റോസ് ആറമ്മയുടെ കാറ് വന്നു, ബ്ലാക്ക് കാറ് വന്ന് ആറമ്മ ഇറങ്ങി. അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ആറമ്മ മണി അടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഫ്ലവർ പറക്കുന്ന മതി ഫീൽ ആവാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ഫിയാൻസി. അതെ എന്ന് പറഞ്ഞു. നീ ഇവിടെ കൂടെ പോകും, ബാക്കി ഫിയാൻസി ഇവരെ കൂടെ എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് എല്ലാവരും വണ്ടിയിൽ കയറി. ആറം വണ്ടി കൊടുത്ത് ഇങ്ങനെ ഇവിടെ വീട്ടിൽ ഇറങ്ങി. ആറമ്മിൻ്റെ മാസ്ക് കുറിയായിരുന്നു. ആറമ്മിൻ്റെ മാസ്ക് കാറിൽ മാസ്ക് കുറിയായിരുന്നു. അതെ, ആറും മാസ്ക് കുറിയിലായിരുന്നു കാറിൽ ഡ്രൈവിങ് ചെയ്താൽ പോയി. അങ്ങനെ താഴെ ഇറങ്ങിയപ്പോൾ മാസ്ക് കുറി എല്ലാവർക്കും ഷോക്കായി. അങ്ങനായിട്ട് ജിന്നുവിടെ വേസ്റ്റ് മാസ്ക് ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് ആരെന്നിട്ട് കാണാൻ പോകുന്നത് ഷുഗറിൻ്റെ അടുത്ത്. ആറും ഷുഗർ റൂം പോയി. ഷുഗറിനെ വിളിപ്പിച്ചു. ഷുഗർ ചെയ്യില്ല. അങ്ങനെ ഷുഗർ ഉറങ്ങായിരുന്നു. പിന്നെ ആ ഷുഗറിനെ കെട്ടി പിടിച്ച് ഉറങ്ങാൻ തുടങ്ങി. പിന്നെ ഷുഗർ കാണിച്ചത് ഷുഗർ തെറിച്ചു ഓടിപ്പോയി. ആരോവിനെ കെട്ടി പിടിച്ച് ഉറങ്ങുന്നത്. നമുക്ക് ഇപ്പം നോക്കാം. പിന്നെ ജേഹപ്പ് ഡാൻസ് കളിക്കായിരുന്നു. ജേഹപ്പിനെ കണ്ടു. ജിമ്മിന് വീനെ നോക്കാം. ഇവിടെ മിണ്ടാതെ അത് ടൊമാറ്റോ കട്ടിങ് ചെയ്യാന്ന്. ജങ്കുക്ക് ജിമ്മിന് കുക്ക് ചെയ്യാണ്. അതിനായിട്ട് ഓരോ ജോബ് ചെയ്യാൻ തുടങ്ങി. ആറും പോയി ബുക്ക് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്നും ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു. ഇവിടെ അവർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി, എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് എന്തെങ്കിലും ഡേയ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങി. ഓരോന്നവർക്ക് ഇവിടെ ആരോ നമ്മളത് വേറെ എട്ടാതെ മനുഷ്യൻ ഇവിടെ ഉണ്ട് മതി അവർക്ക് ഫീൽ ആകാൻ തുടങ്ങി. അവർക്കൊന്നും അറിയില്ലായിരുന്നു. ആറും പോയിട്ട് മറാൾ പോയിട്ട് കുളിച്ച് പാട്ട് പാടാൻ തുടങ്ങിയായിരുന്നു. ആറമ്മക്ക് ഇവിടെ ആരോ ഉണ്ട് മാറി ഫീലായി. എന്തിവിടെ ആറം കുളിക്കാൻ പോയി. ഇത് കണ്ട് പ്രിയ കുറച്ച് ഓടി. അയ്യോ കുളിക്കുന്നു. അങ്ങനെ ആറം കുളിച്ച് ഫ്രഷായിട്ട് വന്നു. പിന്നെ ആറം കുളിച്ച് ഫ്രഷായിട്ട് വരുമ്പോൾ ഒരു ലെറ്റർ കണ്ടു. ഇതെന്താ ലെറ്റർ? എടുത്ത് വായിക്കാൻ തുടങ്ങി. ഹായ് ആറം, കിണ്ണഞ്ചുൻ നിന്നെ കണ്ണ് ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനെ ലവ് ലെറ്റർ ഏതാണ്? ആറമ്മ കൺഫ്യൂസ് ചെയ്യില്ല. എന്തോ ലവ് ലെറ്റർ. അങ്ങനെ പോയിട്ട് വെച്ചു. അങ്ങനെ ഓരോ ലവ് ലെറ്റർ വരാൻ തുടങ്ങി. ഇങ്ങനെയായിട്ട് അവർ ഫുഡ്. അങ്ങനെ വീണ്ടും സ്ട്രോബെറി കാണാതാവാൻ തുടങ്ങി. ജങ്ങുക്കിന് ബനാന ജ്യൂസ് കാണാതാവാൻ തുടങ്ങി. ഇവർക്ക് ടെൻഷനാവാൻ തുടങ്ങി. 7 പേർ കൺഫ്യൂസായി. ഓരോന്ന് മിസ്സാവാൻ തുടങ്ങി. ജിമ്മിക്ക് ടെൻഷനാവാൻ തുടങ്ങി. എൻ്റെ മിൽക്ക് കാണുന്നില്ല, ഡയറി മിൽക്ക്. അയ്യോ ആരെടുക്കുന്നത്? അങ്ങനെ അവർ എന്തൊക്കെ ഒണിച്ച് നിൽക്കും. അങ്ങനെ ജിമ്മിൻ്റെ ബനാന ജ്യൂസ് ഇങ്ങനെ കാത്തിട്ട് പാർന്നുകൊണ്ട് അവർ പറഞ്ഞു. അയ്യോ പിടിച്ചു ആരെതീനി അത്. അങ്ങനെയായിട്ട് കണ്ണടിയിൽ യഥാർത്ഥ ജിമ്മിൻ നോക്കി. ജിമ്മിന് കണ്ട് ഷേക്കായി. അയ്യോ പ്രേതം. ഹലോ പേടിക്കണ്ട, പ്രേതമൊന്നല്ല, നിങ്ങൾക്ക് ബനാന ജ്യൂസ് ഞാനെടുത്തതല്ല. എൻ്റെ ഒരു വോയിസ് കേട്ടു. അങ്ങനെ മറിഞ്ഞതിങ്ങനെ പുറത്ത് വന്നു. നോക്കുമ്പോൾ റോസിൻ്റെ കയ്യിൽ സ്ട്രോബെറിയും അനുവിൻ്റെ കയ്യിൽ ബനാന ജ്യൂസ്. ഇവർ രണ്ടുപേരാണ് കഴിച്ചത്. സാർ സോറി സാർ, നിങ്ങൾ പേടിക്കണം സാർ. നിങ്ങൾക്കൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. നമ്മളും ഒരു മേൽ ലോകത്തിൽ വന്ന മാലേകയാണ്. ഇതാണ് ജിമ്മിയൊക്കെ കാണിച്ചത്. എന്തേ ദേവതമാറാ? ഞാനൊന്നും വിശ്വസിക്കില്ല. അയ്യോ എടി വിശ്വസിക്കില്ലല്ലോ. ഞാൻ മാജിക് കാട്ടുന്നത്. കരടി മനസ്സിലുള്ളിൽ സംസാരിക്കരുത്. കരടി
പ്ലീസ് ദാ എനിക്കൊരു ഫയർ പവർ ഇതാ തീ കണ്ടോ ഫയർ, ഇതാ വാട്ടർ, ഇതാ ഐസ്, എല്ലാ കട ഇതാണ് 7 പേർ വേഗമായി പോകാൻ തുടങ്ങി. എന്ന് ശരിക്കും മാജിക് യൂസാ. അതെ, ആറമ്മം താടി വെച്ച് ആരാച്ചാക്കാൻ തുടങ്ങി. ഇവളെന്തോരം കള്ളത്തനും മറയ്ക്കുന്ന പോലെ കിട്ടും. ആറം സാർ, നിങ്ങളുടെ മനസ്സിലൊരു സഞ്ചരിക്കാൻ ഞാൻ പറയട്ടെ, ഇവളെന്താ കള്ളത്തരം പറയുന്നത്? ഇതാണ് ആറം ഷാക്ക്. എന്ത് അങ്ങനെയാണോ സാർ? ചുമ്മാ അങ്ങനെ റോസ് പറഞ്ഞു. സാർ, ഞാൻ ചുമ്മാ പറഞ്ഞു സാർ. അതല്ല, എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് തേടിയിട്ട് വന്നത് ആറമ്മയോട് പറയുന്നത്. ആറമ്മക്ക് കൺഫ്യൂസായി. എന്ത് ഫ്യൂച്ചർ ഹസ്ബൻഡാ? അതെ സാർ, നിങ്ങളാണ് സാർ എന്ന് പറയാൻ തുടങ്ങി. പ്രിയ പറയാൻ തുടങ്ങി, നിങ്ങളാണ് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് എന്ന് ആറമ്മിന് പറയാൻ തുടങ്ങി. ആറമ്മിന് കൺഫ്യൂസായി. എന്താ മണി പറഞ്ഞേ? ഇല്ലപ്പാ, എനിക്ക് ഗേൾ ഫ്രണ്ട് ഫിയാൻസി ഉണ്ട് മാ, നീ പറഞ്ഞിട്ട്. എന്ത് ഫിയാൻസി ഉണ്ടോ? ഞാൻ ബാക്കി 6 മെമ്പർ നോക്കുന്നു. നീ അതിന് മോനെ അങ്ങോട്ട് നോക്കുന്ന? ഇല്ല നിങ്ങളല്ലേ, ഇല്ല ഒരാൾ ഇല്ല നിങ്ങൾ, എനിക്ക് 7 പേര് ഫിയാൻസിയാണ്. ഇത് പറഞ്ഞ് 7 പേർക്ക് ഷാക്ക്. എന്ത് ഫിയാൻസിയാ? വാ ബഡി എന്നെ വിളിച്ചു. മാജിക് കരടി വന്നു. ഹലോ ഫ്രണ്ട്സ്, ആക്ച്വലി നിങ്ങൾ 7 പേര് ഇവിടെ ഫിയാൻസി തന്നെ. നിങ്ങൾക്ക് 7 പേർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലേ? ആ അതെ ഉണ്ട്. ആദ്യം ജിൻ ആരാണ്? ജിൻ? ഞാനാണ്. നിൻ്റെ ഗേൾ ഫ്രണ്ട് കുറിച്ച്, നിൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു സോഫ്റ്റ് എഞ്ചിനീയർ അല്ലേ? അതെ. ശരി, ഓക്കെ. നിങ്ങൾക്ക് ഞാൻ ഒരു മാജിക് യൂസ് ആദ്യം നമ്മൾ ജിന്നിന് സോഫ്റ്റ് എഞ്ചിൻ കണ്ട് ജിന്നിൻ്റെ ഫിയാൻസിന് മുട്ട പോവുക. അങ്ങനെ ജിന്ന് എല്ലാവർക്കും ഒരേ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ജിന്നിൻ്റെ ഗേൾ ഫ്രണ്ടോട്ട് പോയി. ജിന്നിൻ്റെ ഗേൾ ഫ്രണ്ട് സോഫ്റ്റ് എഞ്ചിനീയറാണ്. അവിടുത്തെ സോഫ്റ്റ് എഞ്ചിനീയറാണ് ബോസിൻ്റെ കൂടെ ഇങ്ങനെ കിസ് റൊമാൻസ് ചെയ്യുന്നത് ജിന്നക്ക് കണ്ട് എല്ലാവരും വായ കൈ വെച്ചേ പോയി. സോറിപ്പാ, ഇവൾ ഓൾറെഡി ഇവൾക്ക് ഒരു ബേബി ഉണ്ട്, പേര് ഹെനാന്ത്. എന്ത് ജിന്നിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അതുമാത്രമല്ല ഇപ്പോൾ ഇവൾ പ്രഗ്നൻ്റാണ്. ഇവിടെ കാണുന്നില്ലേ, ഇതവളെ 3ാമത്തെ ഹസ്ബൻഡാണ്. ഇത് കേട്ട് 3ാമത്തെ ഹസ്ബൻഡാ? അതെ, ഇവർ കുറച്ച് ഹസ്ബൻഡ് വൈഫ് മാറി അങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായി പോയി. ഇങ്ങനെ ഹാർട്ടും മനസ്സും ഉടഞ്ഞു പോയി ജിന്നിനെ. ശരി, ഇത് ബ്രേക്കപ്പ്. അങ്ങനെ ജിന്നിൻ്റെ ഗേൾ ഫ്രണ്ട് വന്നു. സോറിമ്മ, നീ ഇതെല്ലാം ചെയ്യുന്നത് ഇതിലും വേണ്ടെല്ലാം ചെയ്ത് കഴിഞ്ഞു. ജിന്നെ ബ്രേക്കപ്പ് ചെയ്തു വന്ന് സാഡായിട്ട് കയറി. ബാക്കി നമ്മൾ സമാധാനമാക്കാൻ തുടങ്ങി. ഇതൊന്ന്